ഇന്നത്തെ വീഡിയോ മലബാർ സ്പെഷ്യൽ സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ്. ഒരുപാട് കഷ്ടപ്പെടാതെ വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണിത്. റെസിപ്പിയിൽ നമ്മൾ കുഴയ്ക്കുകയോ പരത്തുകയോ അതുപോലെ കലക്കി ചുടുകയോ ഒന്നും ചെയ്യാതെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ബിഗിനേഴ്സിന് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് അതിലേക്കൊരു പണ്ടം വേണം. അപ്പോൾ പണ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടിപ്പത്തിരിയിൽ ഫില്ല് ചെയ്യുന്ന ഫില്ലിങ്ങിനെയാണ് നമ്മൾ പണ്ടം എന്ന് പറയുക. ചിലർ തീന് എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ മുട്ടയായതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാര, മുട്ടയിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ മുട്ട മൊത്തത്തിൽ തന്നെ അലിഞ്ഞ് ഇതിൽ മിക്സാക്കി വരണം. കംപ്ലീറ്റ് ആയിട്ടും പഞ്ചസാര അലിയണം. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പണ്ടം റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് നെയ്യാണ്. അപ്പോൾ നമ്മൾ പശു നെയ്യ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഈ റെസിപ്പിക്കൊക്കെ എന്ന് വെച്ചാൽ നെയ്യാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡാൽഡ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. പക്ഷേ നെയ്യ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇനി അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ കുറച്ചൊരു 1/4 കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ക്രഷ് ചെയ്തതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പണ്ടത്തിലേക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കിസ്മിസും ചേർക്കാം. ഇവിടെ പൊതുവേ കിസ്മിസ് ഇവിടെ വീട്ടിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കിസ്മിസ് ചേർക്കാതിരുന്നത്. ഒരുപാട് ഓവർ പവർ ചെയ്തിരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ ഫംഗ്ഷനൊക്കെ ചെയ്യുമ്പം കിസ്മിസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കിസ്മിസ് എടുത്തിരിക്കുന്നത്. ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വരുമ്പം നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കലക്കി വെച്ചില്ല മുട്ടയില്ല, അതാണ്. മുട്ട മിക്സ് കലക്കിയത് ഇതിലൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ലപോലെ ഇങ്ങനെ കിലുങ്ങി ഒച്ച വെക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ്. വെള്ള കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഈ മലബാർ ചട്ടിപ്പത്തിരീൻ്റെ ഒരു മെയിൻ ഫ്ലേവറാണ് കേട്ടോ ഒരു കസ്കസ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കസ്കസ് ചേർക്കണം. കസ്കസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്, പണ്ടം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ചട്ടിപ്പത്തിരിയിലേക്ക് വേറൊരു മുട്ട മിക്സ് റെഡിയാക്കണം. അതിനുവേണ്ടി 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്കും ഒരു നുള്ളുപ്പ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തുള്ള ചേരുവകളെല്ലാം തന്നെ ഇതിൽ മിക്സായി വരണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി അലിഞ്ഞു വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുട്ടേൻ്റെ അളവ് ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം മുട്ടേൻ്റെ അളവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പം. ഇനി നന്നായി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ സാധാരണ പാല്, പശുമ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിലർ തേങ്ങാപ്പാൽ ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. പശുമ്പാൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കാൻ പറയുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം, അല്ലെങ്കിൽ പശുമ്പാൽ ചേർത്താലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഈസി മെത്തേഡാണല്ലോ. ഇനി നമ്മൾ ഈ ചട്ടിപ്പത്തിരി തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 22 സെൻറ്റിമീറ്ററിൻ്റെ പാനാണ്. അത്യാവശ്യം കുഴിയുള്ള ടൈപ്പ്, അടി കട്ടിയുള്ള ടൈപ്പ് പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് എന്താണെന്ന് വെച്ചാൽ നെയ്യ് തടവിയിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഇനി ചട്ടിപ്പത്തിരിയുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് അതിൻ്റെ തൊലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ തൊലി ഉണ്ടാക്കിയെടുക്കുന്നില്ല. പകരം നമ്മൾ സ്വിറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റാണ് നമ്മൾ തൊലി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 20 ഷീറ്റിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പാക്കറ്റ് കൊണ്ട് 2 ചട്ടിപ്പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 10 ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഭാഗം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതിയിട്ട് അറിയുന്നവരാണെങ്കിൽ ഇതല്ലേന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇനിയും പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം നമ്മുടെ ഈ ഷീറ്റ്. അപ്പോൾ ആദ്യത്തെ ഷീറ്റ് നമ്മളൊരു എക്സ്ട്രാ ആയിട്ട് വെക്കണം. കാരണം അടിയിൽ പിടിച്ചാൽ നമുക്ക് ആ ഷീറ്റ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ 2 ഷീറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ അത് മുട്ട മിക്സിൽ ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. രണ്ടാമതൊരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മുട്ട മിക്സ് മുക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. മുട്ട മിക്സിൽ അത്യാവശ്യം നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലും നന്നായിട്ടിരിക്കുക. എന്നിട്ട് നല്ലോണം വെച്ച് കൊടുക്കാം.
നന്നായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള ആ മുട്ടപ്പണ്ടത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ഈ മുട്ടപ്പണ്ട ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഓവറായിട്ട് നമ്മൾ മുട്ടപ്പണ്ട വിടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ഒരു ഇടയിൽ ഇങ്ങനെ കടിക്കുന്ന രീതിയിൽ മാത്രം മതി. അപ്പോൾ എല്ലാ ലെയറിലും കുറച്ച് മുട്ടപ്പണ്ട വേണം എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് നെയ്യ് ഉരുക്കി വെക്കണം കേട്ടോ. നെയ്യ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഉരുക്കി വെച്ചാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രമായാലും മതി. എന്നിട്ട് ഉരുക്കിയ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ മുട്ട മിക്സിൽ നിന്ന് 2 ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ മുട്ടേൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അടുത്ത ലെയർ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുകയാണ്. നമ്മുടെ ഷീറ്റ് എടുത്തിട്ട് നന്നായിട്ട് മുട്ട മിക്സിൽ മുക്കിയിട്ട് അതിൽ കുറച്ചൊരു മുട്ട മിക്സോട് കൂടി തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നെയ്യ് ഉരുക്കിയിട്ട് ഒഴിക്കാൻ വേണ്ടി എന്താണ് ശ്രദ്ധിക്കണം, അത് ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലെയറുകൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായി മാറും നമ്മളുടെ ഈ ഒരു ചട്ടിപ്പത്തിരി. അതുപോലെ തന്നെ എക്സ്ട്രാ ഫ്ലേവറും കിട്ടുന്നതാണ്. അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് പാക്കറ്റിൽ നിന്ന് എടുത്ത് ഫ്രീസറിൽ വെക്കുന്നതാണല്ലോ, അപ്പോൾ അത് പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് അതിന് തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ, സോഫ്റ്റ് ആയതിന് ശേഷം. അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ പുറത്ത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോയാൽ ഒരുപാട് മുട്ട കുടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് മുട്ട കുടിക്കും, നമ്മുടെ ചട്ടിപ്പത്തിരി അത്ര നന്നായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ ഷീറ്റ് തന്നെ ആയിരിക്കണം അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇനി സ്പ്രിംഗ് റോൾ ഷീറ്റിന് പകരം നമുക്ക് നമ്മുടെ കയ്യിൽ സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ആ സമൂസ ഷീറ്റ് ഒരു 3 എണ്ണമൊക്കെ വേണ്ടി വരും. ഒരു ലെയറിൽ തന്നെ 3 സമൂസ ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും, ഒരു തൊലി പോലായിട്ട് വെച്ചിട്ട്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കാരണം സ്പ്രിംഗ് റോൾ ഷീറ്റും സമൂസ ഷീറ്റൊക്കെ ഒരേ സംഭവം തന്നെയാണ്, ലെങ്ത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാത്രം 22 സെൻറ്റിമീറ്ററിൻ്റെ സൈസാണ്. അപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ച് ചട്ടിപ്പത്തിരിൻ്റെ വലിപ്പം കൂടും, അതുപോലെ അതിൻ്റെ വലിപ്പം കൂടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് സ്പ്രിംഗ് റോൾ ഷീറ്റല്ല, മുട്ടേൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഈ സ്പ്രിംഗ് റോൾ ഷീറ്റ് കൊണ്ട് നമുക്ക് വലിയ ചട്ടിപ്പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം. അതിനെക്കാട്ടും കുറച്ച് അടുത്ത സൈസിലുള്ളത് നമുക്ക് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇത് വലിയ സ്വിസ് റോൾ ഷീറ്റാണ്. ഇതിന് സൈസ് ഉണ്ട്. ഇതിൻ്റെ അടുത്ത സൈസ് ചെറുതുണ്ട്, ചെറിയ ഷീറ്റും ഉണ്ട്, വലിയ ഷീറ്റും ഉണ്ട്. ഞാനിപ്പോൾ വലിയ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പാകത്തിന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ മീഡിയം, ഇതിൻ്റെ അടുത്ത സൈസിലുള്ള പാന്, അതിനകത്ത് നമുക്ക് ഈ സെയിം സ്വിസ് റോൾ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിൽ മുട്ടൻ്റെ അളവ് കൂട്ടണം. ഇതിപ്പോൾ ഞാൻ 8 മുട്ട വെച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ സൈസാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇരട്ടി സൈസ് വേണമെങ്കിൽ നിങ്ങൾ ഇരട്ടി മുട്ട എടുക്കണം. ഇനി അതല്ല, ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു മീഡിയം സൈസാണ്, ഇതിൻ്റെ കുറച്ചും കൂടെ സൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 8 മുട്ട 10 11 മുട്ട വരെ എടുക്കാം. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു 4 5 മുട്ട നമ്മൾ ഈ പണ്ട ഉണ്ടാക്കാനും ഒരു 6 മുട്ട നമ്മൾ ഈ ഒരു മിക്സിലേക്കും കൂടി ആക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെക്കാട്ടും കൂടി ഒരു അടുത്ത ലെവലിലുള്ള ഒരു ചട്ടിപ്പത്തിരിയും കൂടെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് പാർട്ടിക്കൊക്കെ ഒരു മീഡിയം ലെവലിൽ ഉള്ള ആ ലെവലിൽ നിങ്ങൾ മുട്ടേൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം കേട്ടോ ഉണ്ടാക്കിയെടുക്കുമ്പം. പിന്നെ ചട്ടിപ്പത്തിരിൻ്റെ വൈഡ് ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടിപ്പത്തിരിൻ്റെ സൈസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഞാൻ പണ്ട മൊത്തം ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ അത് വെച്ച് കൊടുത്തിരിക്കുക. അവസാനത്തെ തൊലി ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, അവസാനം കുറച്ച് നമ്മൾ ഇത് ബാക്കി വെക്കണം. അതായത് നമ്മളെ മുട്ട മിക്സ് കുറച്ച് ബാക്കി ഉണ്ടാവണം. ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനാണ് കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റത്തെ തൊലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കസ്കസ്, നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള കസ്കസ്, ഈ കസ്കസ് ചില ആൾക്കാർ കഴുകി റോസ്റ്റ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമനുസരിച്ച് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, അത് ജസ്റ്റ് ആപ്പാട് അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇത് നന്നായിട്ട് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കസ്കസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള മുട്ട മിക്സ് ഉണ്ടല്ലോ, ആ മുട്ട മിക്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ മുട്ട മിക്സിന് ബാക്കി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ മുട്ട മിക്സ് ചിലപ്പം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് പൊടികളും പഞ്ചസാരയൊക്കെ അല്പം ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. മുട്ട മിക്സ് എന്തായാലും ഒഴിച്ചു കൊടുക്കണം, കാരണം അത് ബൈൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നമ്മൾ ഉരുക്കിയ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യ് കുറച്ച് ഒരു പാത്രത്തിൽ ഉരുക്കിയെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ
ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് പൊങ്ങി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുത്തിയിട്ട് കൊടുക്കാൻ പറയുന്നത് കേട്ടോ, ഒരുപാട് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി കൊടുത്തപ്പം മാത്രമല്ല ഈ മുട്ടയൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സായി ഒരേപോലെ ലെയറിലൊക്കെ മുട്ടേനെ മിക്സ് എത്തുകയും ചെയ്യും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ബേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ ചൂട് അധികം ഡയറക്റ്റായിട്ട് ഈ ഒരു തട്ടാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടിയിൽ നമ്മൾ തട്ട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വളരെ ചെറിയ തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഉള്ളു കുക്കാവത്തുമില്ല. അപ്പോൾ ഇതിന് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് കുക്ക് ചെയ്ത്, കാരണം ഓരോ ലെയറിലും മുട്ടയുണ്ട്. അപ്പോൾ ഓരോ ലെയറിലേക്കും ചൂട് എത്തി ഓരോ ലെയറും മുട്ട കുക്കായി വരണം. അപ്പോൾ അത് പതുക്കെ സ്ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ സ്ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ കുക്ക് ചെയ്തു. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം നമുക്ക് മനസ്സിലാവും, എയറൊക്കെ വന്നിട്ട് നല്ലതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. തണുത്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഇങ്ങനത്തെ കേക്കുകളായാലും എന്താണെങ്കിലും ആ മുകളിൽ നിന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ തണുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ തന്നെ ഒരു തവയിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ആ മോൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് വെക്കണ്ട കേട്ടോ. ഒരുപാട് നേരം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മുന്തിരിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ളത്. ഭയങ്കര എളുപ്പമാണ്, വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരമണിക്കൂറൊന്നും വേണ്ട കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. എന്നാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ ടെക്സ്ചറിലൊന്നും ഒരു ടെൻഷൻ ഉണ്ടാവില്ല. മറ്റേന്ന് വെച്ചാൽ തൊലി നമ്മൾ ഉണ്ടാക്കി പരത്തി വരുമ്പോൾ നമുക്കത് ചിലപ്പോൾ കട്ടിയായി പോകും. പിന്നെ കലക്കി ചുട്ട് ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര അളിഞ്ഞ പോലത്തെ ഒരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അതിൻ്റെ ടെക്സ്ചർ വേറെ തന്നെയാണ്, ടേസ്റ്റും വേറെ തന്നെയാണ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർഫെക്റ്റ് ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഒരുപാട് അളിഞ്ഞിട്ടുള്ള ചട്ടിപ്പത്തിരിയല്ല, ഒരുപാട് കട്ടിയുള്ള തൊലിയുമല്ല. നമ്മൾ ആ പെർഫെക്റ്റ് തൊലി നന്നായി തന്നെയാണ് ചട്ടിപ്പത്തിരിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. തൊലി നന്നാവാതെ നിങ്ങൾ എത്ര നന്നായാലും, എത്ര നിങ്ങൾ ഉണ്ടാക്കുന്ന മെത്തേഡ് നന്നായാലും ചട്ടിപ്പത്തിരി നന്നാവില്ല. പിന്നെ തൊലി പരത്തി ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. തൊലി പരത്തി ചുട്ട് അത് ഓരോന്നാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ഐക്കാർഡിലൊക്കെ കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ല, ലെയറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കാണിച്ചിട്ട് എന്താ കണ്ടോ, നല്ല ലെയറുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾ പീടികയിൽ നിന്ന് വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് ഇത്ര സോഫ്റ്റായിട്ട് കിട്ടൂല ചട്ടിപ്പത്തിരി. അത്രയും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരുപാട് നിറയെ പണ്ടം ഇങ്ങനെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ മുട്ടേൻ്റെ ആ ഫ്ലേവറാണ് നമുക്ക് വേണ്ടത് ചട്ടിപ്പത്തിരിക്ക്. കുറേ മുട്ടയും കുറേ നെയ്യും അതൊന്നും അല്ല, ആവശ്യത്തിന് സാധനങ്ങൾ ചേർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.